വിശുദ്ധ ശഅബാൻ മാസത്തിന്റെ നല്ല രാത്രികളിലൂടെയാണ്. ഒരു റജബ് വന്നപ്പോൾ നല്ല ആവേശമുണ്ടായിരുന്നു. റജബിന്റെ ആവേശം മെല്ലെ മെല്ലെ കുറഞ്ഞ് ശഅബാൻ ആവുമ്പോഴേക്ക് അതിന്റെ മൂർച്ച പോയി. കൊല്ലന്റെ അടുക്കൽ കൊണ്ടുപോയി ഊട്ടിച്ച കത്തി, കൂന്താലി, കൈക്കോട്ട് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. തൂമ്പാന്ന് പറയും, കിളക്കണ സാധനത്തിന്. അതെല്ലാം കൊണ്ടെന്നാലും കുറച്ച് ദിവസം ഒരു ഉഷാറുണ്ടാവും, പിന്നെ മെല്ലെ മെല്ലെ അതിന്റെ പവർ കുറയും. ഇതുപോലെ റജബ് മാസത്തിന്റെ ആമുഖത്തിൽ ഒരു വലിയ ആവേശം ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. കേൾക്കുമ്പോ റമദാൻ ആകുന്നുണ്ട്, റജബ് വന്നിട്ടുണ്ട് എന്ന തോന്നലുണ്ടായി. കേട്ട് ഇപ്പൊ അതൊരു ഉഷാറ് പോരാ ആ ദുആക്ക്. ഇപ്പൊ ആ ദുആക്കുമ്പോ അത്ര അന്നത്തെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. ഇനിയിപ്പോ ഒരു ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ റമദാനിലെ മാസം കാണണം, തറാവീഹ് തുടങ്ങണം. അപ്പൊ അതിന്റെ തുടക്കത്തിൽ നല്ലൊരു സന്തോഷം, ഒരു ആവേശം ഉണ്ടാവും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു മാസങ്ങളിലൊന്നും ഇതുപോലെ നോമ്പെടുക്കുന്നത് കാണുന്നില്ലല്ലോ നബിയെ. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും ഇത്രമാത്രം തുടർച്ചയായി സുന്നത്ത് നോമ്പ്, ഫർദ് നോമ്പല്ല, സുന്നത്ത് നോമ്പ് എടുക്കുന്നത് കാണുന്നില്ലല്ലോ നബിയെ. അതിന് തങ്ങളെ മറുപടി, ഇതൊരു വല്ലാത്ത സന്തോഷമുള്ള മാസമാണ്. യഗ്ഫുലു അൻഹു നാസു ബൈന റജബിൻ വ റമദാൻ. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത് നേരത്തെ. ശഅബാൻ വന്നപ്പോ ഒരാവേശം ഉണ്ടായി, റമദാൻ വരുമ്പോ ഉണ്ടാവും. ഈ ശഅബാൻ റജബ് വന്നപ്പോ ഒരാവേശം, റമദാനിലും ആവേശം, ശഅബാനിൽ ആവേശം ഉണ്ടാവൂല. അതുകൊണ്ടാ തങ്ങൾ അങ്ങനെ പറഞ്ഞു. റജബിന്റെയും റമദാനിന്റെ ഇടയിൽ ഒരു ഞെങ്ങിപ്പോകണ മാസമാണ് ഈ ശഅബാൻ മാസം. എന്നാൽ ഈ റജബ് മാസം അങ്ങനെ ഒഴിവാക്കി കളയേണ്ട മാസമല്ല. തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ അടിമകളുടെ ഇബാദത്ത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസം. അന ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് വർദ്ധിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ വളരെ ബഹുമാനമുള്ള രാത്രികളിലൂടെയാണ്, പകലിലൂടെയാണ് പോകുന്നത്. അല്ലാഹുവിനോട് ധാരാളം നമുക്ക് ചോദിക്കാനുണ്ട്. അല്ലാഹുവിനോട് ചോദിച്ചാലും കിട്ടിയാലും തീരാത്തത്രയും വലുത് ചോദിക്കാനുണ്ട്. ദുനിയാവിൽ ചോദിക്കുന്നത് മാത്രമാണ് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്ന് നമുക്ക് ഒരല്പമെങ്കിലും മനസ്സിലാകാൻ പറ്റുന്നത്. മകൾക്ക് നല്ല പുതിയാപ്പിള വേണം, നല്ല സ്വലാത്ത് മജ്ലിസിലിരുന്ന് ദ്വാരുന്നു, തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ചു, മെഹദറക്ക് വന്നിരുന്നു ദ്വാരുന്നു. നല്ല ഒരു ലക്ഷണമൊത്ത അദബുള്ള ഒരു നല്ല പുതിയാപ്പിളയെ മകൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. മകന് നല്ല പെൺകുട്ടിയെ വേണം, ഉപ്പന്റെ ഉമ്മന്റെ ആഗ്രഹമാണ്. അതും കുറെ ദ്വാരം നോക്കുമ്പോ നല്ല അദബുള്ള അച്ചടക്കമുള്ള ഉമ്മാനെയും ബാപ്പാനെയും സ്വന്തം ഉമ്മയെയും ബാപ്പയെയും പോലെ തന്നെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉമ്മ നിങ്ങളെ ബാപ്പ എന്ന് പറയാതെ നമ്മളെ ഉമ്മ നമ്മളെ ബാപ്പ എന്ന് പറയുന്ന നല്ല മകളെ മകന് ഇണയാക്കി കിട്ടിയാൽ നമ്മളെ മഹദറത്തുൽ ബദരിന്റെ കറാമത്തായി, അല്ലെങ്കിൽ ആ തങ്ങളെ ബഹുമാനമായി, ഇന്ന ഉസ്താദിന്റെ ദുആ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാർന്നിട്ടാണ്, അല്ലെങ്കിൽ ഖുർആനോദി ദ്വാർന്നിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ തോന്നാൻ സാധ്യതയുമുണ്ട്. കച്ചവടം നല്ല ഉഷാറായി വിസ കിട്ടാൻ വേണ്ടി കുറെ നാള് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു സ്ഥലത്തൊരു ഹദിയ നേർച്ചയാക്കിയത്, ഒരു സന്തോഷം. ഒരു മജ്ലിസിലേക്ക് ഭക്ഷണം നേർച്ചയാക്കിയത്, അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കണം മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുക്കാൻ നേർച്ചയാക്കിയത്. അതിന്റെ ഫലം കൊണ്ട് നല്ല റാഹത്തുള്ള വിസ കിട്ടിയപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്. ഇതൊക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ
സഹോദരങ്ങളെ, കണ്ണടച്ച് പിരിയുന്നതിന് ശേഷമുള്ള ഒരു ലോകമില്ലയോ? കിട്ടുന്നതെല്ലാം സന്തോഷമാണെങ്കിൽ അതിന് ശാശ്വതമായ സന്തോഷം ലഭിക്കുന്ന, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരാത്ത ഒരു ലോകമില്ലയോ? ആ ലോകത്തിലേക്ക് നമ്മൾ എത്രയോ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളുടെ ഖബറിൽ നീ പ്രകാശം നൽകണേ അല്ലാ, സ്വർഗത്തില് ഭക്ഷണം തരണേ അല്ലാ, സ്വർഗത്തില് വീട് നൽകണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ദുആയല്ല, ശരിക്കും ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. ദുനിയാവിന് വേണ്ടി മാത്രമുള്ള ദ്വാരക്കുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ മാത്രം ഹസനത്ത് ചോദിക്കുന്നവർക്ക് ആഖിറമാകുന്ന അനന്തമായ ലോകം, വൽ ആഖിറത്തു ഖൈറും വബഖാ, അനന്തവും അത്യുന്നതവുമായ ലോകത്തിൽ അവര് പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, തീരാത്ത ദുഃഖത്തിലാണ്. അതേ സമയത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം. ദുനിയാവിലെ ഹസനത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം. നല്ല ആരോഗ്യം വേണം, അല്ലാഹു നിലനിർത്തി തരട്ടെ. നല്ല ആരോഗ്യം ഉണ്ടാകണം, അല്ലാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾ ആരും ആമീൻ പറയുന്നില്ല. കാസർഗോഡ് ജില്ലക്കാരനാ ഞാൻ. രാവിലെ 11 മണിക്ക് വണ്ടി കയറിയതാ. അപ്പൊ ഒരുപാട് ഓടിയിട്ട് ഞാൻ എന്റെ വിഷമം പറയാൻ വേണ്ടി പറയല, നിങ്ങൾ ആമീൻ ഉഷാറാക്കാൻ പറഞ്ഞതാ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. 4 ഉറക്ക ആമീൻ പറയണം. ആകെ മഹദറത്തുൽ ബദരിയയും ദുആ സമ്മേളനമാണ്. നമ്മൾ ഇവിടുന്ന് ആമീൻ പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ആമീൻ പറയാം. അതുകൊണ്ട് ഉറക്ക ആമീൻ പറയും. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നല്ല ആരോഗ്യം വേണം, നല്ല ആഫിയത്ത് വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സലില്ലാഹിൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കൂ, ആഫിയത്ത് ചോദിക്കൂ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഖുർആൻ ഓതണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണ്ടേ? ഖുർആൻ എടുക്കുമ്പോഴേക്ക് തലവേദന വരികയാണ്, അയാൾക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. എപ്പോഴും ശ്വാസം മുട്ടാണ്, അയാൾക്ക് മുസ്ഹഫ് എടുത്ത് ഓതാൻ വേണ്ടി കഴിയുന്നില്ല. 1-2 തവണ റുക്കൂ ചെയ്യുമ്പോഴേക്ക് ശ്വാസം മുട്ടലാണ്, അയാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, അലർജി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ഒരാൾക്ക്. ഖുർആൻ തുടക്കുമ്പോഴേക്ക് അയാളുടെ പൊടി കയറിയിട്ട് അലർജി ബാധിക്കുകയാണ്, തുമ്മലുണ്ടാകുകയാണ്, ജലദോഷം പിടിക്കുകയാണ്, പരീക്ഷിക്കപ്പെടുകയാണ്. ഇബാദത്തിന് ലദ്ദത്ത് കിട്ടണമെങ്കിലും ആഫിയത്ത് വേണം. ആഫിയത്തില്ലാതെ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ എത്രയാണ് ഗുളിക കഴിച്ചത്? ഒരാൾ എന്നോട് പറഞ്ഞു 10-33 ഗുളിക ഉണ്ട് ഉസ്താദ് ഒരു ദിവസം രാത്രി കഴിക്കാൻ. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. ഞങ്ങളെ ദർസിൽ പഠിപ്പിച്ച ശൈഖുന കാടാച്ചിറ ഉസ്താദ് ഹഫിളഹുല്ലാഹ്, നമ്മുടെ ഉസ്താദ്മാർക്കെല്ലാം അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഞങ്ങളെ സീനിയറായി പഠിപ്പിച്ചിരുന്ന അബ്ദുൽ ഖാദിർ സഖാഫി ഉണ്ട്, കാഞ്ഞങ്ങാടുകാരനാണ്. അദ്ദേഹത്തെ 2 ദിവസം മുമ്പ് ഞാനും ഞങ്ങളെ സ്ഥാപനത്തിലെ മുദരിസ് ഉസ്താദ് കാണാൻ വേണ്ടി പോയി. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ, കാഴ്ച തിരിച്ചു കൊടുക്കണം റഹ്മാനെ. 2 കിഡ്നിയും ഫെയിലായി, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കണം ആഴ്ചയിൽ 3 തവണ. ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. വീട്ടിലേക്ക് പോയി ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ആശ്വാസം ഉണ്ടാകും, കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണ കാണുമ്പോ. പക്ഷെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. നിഅമത്തുകളെ കുറിച്ച് നല്ല ബോധവാന്മാരാകണം. അല്ലാഹു നമ്മുടെ നിഅമത്ത് നിലനിർത്തി തരട്ടെ. ആ പ്രിയപ്പെട്ട സ്നേഹിതനടക്കം എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും റാഹത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ആഫിയത്ത്
ദുനിയാവിൽ ആഫിയത്താണ്. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആഫിയത്താണ്. അതുപോലെ സൗഖ്യമാണ്, സുഖങ്ങളാണ്, സമ്പത്താണ്, സന്തോഷങ്ങളാണ്. ദുനിയാവിലത് മാത്രം പോരാ, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാഹ്. സ്വർഗമാണ്, സ്വർഗീയ സുഖങ്ങളാണ്, സന്തോഷങ്ങളാണ്. ഏറ്റവും വലിയ ഹസനത്ത് എന്താണ്? അല്ലാഹു ജല്ല ജലാലു എല്ലാം കാണാൻ കണ്ണ് തന്ന അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന സൗഭാഗ്യമാണ്. ദുനിയാവിലും ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം. അതിനെപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ശഅബാൻ മാസം ഉപയോഗപ്പെടുത്തണം. റമളാൻ എത്തുമ്പോഴേക്ക് ഖൽബൊന്ന് നേരെ റെഡിയാകണം. എന്തിനാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്? എന്തിനാണ് നോമ്പിലേക്ക് ഒരുങ്ങാനുള്ള സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്? നമ്മുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് എന്നെ ഏകദേശം വിളിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്, കൃത്യ ഡേറ്റ് ഓർമ്മയില്ല, എന്നാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ആ വിളി. അതിന് ശേഷമുള്ള ഒരുക്കമാണ് ഇതൊക്കെ. ഇന്നലെ വിളിച്ചിട്ട് നാളെ ഞങ്ങൾ കോട്ടക്കൽ ഒരു പരിപാടി ഉണ്ട് എന്ന് കാസർഗോഡുള്ള എന്നോട് പറഞ്ഞാൽ എനിക്ക് വരാൻ കഴിയുമോ? ഇല്ല, എത്തൂല. വേറെന്തെല്ലാം പരിപാടി ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരുങ്ങാൻ ഒരു സമയം വേണം. ആ സമയമാണ് റജബും ശഅബാനും തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കിയത്. അർഹമുർ റഹീമായ റബ്ബിന്റെ കാരുണ്യമാണ്. സയ്യിദു ശുഹൂർ, വലിയ മാസങ്ങളുടെ നേതാവാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ശഹ്റു റമളാൻ സയ്യിദു ശുഹൂറാണ്, മാസങ്ങളെ നേതാവാണ്. വലിയ നേതാവ് വരുമ്പോ വലിയ വലിയ ഒരുക്കങ്ങൾ വേണം. ഖലീൽ തങ്ങളോ ബയാർ തങ്ങളോ വലിയ വലിയ മഹാന്മാരായ സാദാത്യങ്ങളോ ഉസ്താദുമാരൊക്കെയാണ് നമ്മളെ മജ്ലിസിലേക്ക് വരുന്നെങ്കിൽ ഈ ഒരുക്കം മതിയോ? ഇല്ല, കുറച്ചും കൂടെ ഉഷാറാണ്. സുൽത്താനുൽ ഉസ്താദ വരുന്നെങ്കിലോ സുബ്ഹാനല്ലാഹ്, അതിന് ആ പരിപാടിന്റെ സ്വാഗത സംഘത്തിന് തന്നെ വേണം ഇതിന്റെ ഒരു 4-5 ഇരട്ടി ആള്, 313 ആള് സ്വാഗത സംഘം അല്ലേ? വലിയ ഓഫീസെല്ലാം ഉദ്ഘാടനം ചെയ്യണ്ടേ? സ്വാഗത സംഘം ഓഫീസെല്ലാം വലിയ സംവിധാനം വേണ്ടേ? ഇങ്ങനത്തെ ഗ്രൗണ്ട് മതിയോ? കുറച്ചും കൂടെ ഉഷാറാകണ്ടേ? വരുന്ന ആള് നേതാവിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുക്കങ്ങളും കൂടും. റമളാൻ വലിയ നേതാവാ. അതുകൊണ്ടാണ് 2 മാസം ഏകദേശം 60 ദിവസത്തോളം ഒരുങ്ങാൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. അപ്പൊ നന്നായി ഒരുങ്ങേണ്ടതുണ്ട്. പരിപാടിയെല്ലാം തീരുമാനിച്ചിട്ട് നമ്മള് നോട്ടീസെല്ലാം ഒടിച്ചിട്ട് അവിടെ വെച്ച് സുബ്ഹാനല്ലാഹ് ഒരൊറ്റ മനുഷ്യൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മളെ എന്നത്തെ സംവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയില്ല. ആരും ആരെയും ക്ഷണിച്ചില്ല. എന്നാൽ ഇന്ന് ഞാനിവിടെ ഒരു വീടാരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവൂല. നിങ്ങളും ഉണ്ടാവൂല. മൈക്ക് ഉണ്ടാവൂല. ഇതെല്ലാം ഒരുക്കിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് വേള പറയുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സംഘാടകർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ഒരുങ്ങാനുള്ള സമയം ഉപയോഗപ്പെടുത്തി പരമാവധി ഒരുങ്ങേണ്ടതുണ്ട്. എന്തിനാണ് ഒരുങ്ങുന്നത്? നമ്മുടെ ആഖിറം രക്ഷപ്പെടാനാണ്, വിജയിക്കാനാണ്, നമുക്ക് സ്വർഗം ലഭിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഏറ്റവും നന്നായി കരയുന്നവനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും കരയുന്ന കുഞ്ഞിക്കാ പാലുണ്ടാകുക. നിങ്ങളുടെ നാട്ടിലുണ്ടോന്നറിയില്ല. കരയുന്ന കുട്ടിക്കാണ് പാലുണ്ടാകുക എന്ന് പറയാം. ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടെന്നാൽ ഉമ്മ മുല കൊടുത്തോണ്ടേയിരിക്കും. 5 മിനിറ്റ് അപ്പുറം കണ്ട് പിന്നെയും കരയുമ്പോൾ പിന്നെ എടുത്ത് മുല കൊടുക്കും. കരയാത്ത കുട്ടിയാണെങ്കിലോ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ കുട്ടി കളിച്ചാൽ ചിലപ്പോൾ ഉമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മ വേറെ സുഖമില്ലായി പോകും, ജോലിയിലായി പോകും. കരയണം, അല്ലാഹുവിന്റെ മുമ്പിൽ കരയണം, കരഞ്ഞുകൊണ്ടേയിരിക്കണം. കരഞ്ഞാൽ എന്താണ് ഗുണം? നമ്മൾ കോട്ടക്കലിലേക്ക് പോവാണ്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴാണ് ചെറിയ മകൻ, ഒരു 3 വയസ്സ് 4 വയസ്സുള്ള മകൻ വന്നിട്ട് ഞാനും വരികയാണ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടാതെ പോവുകയാണ്. അപ്പോഴാണ് അവൻ ഒറ്റ കരച്ചിൽ, ഉച്ചത്തിൽ അങ്ങ് കരയാണ്. കരഞ്ഞപ്പോൾ ഉപ്പാന്റെ കണ്ണിന് വല്ലാത്ത വിഷമം, ഉപ്പാന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. കരയുന്ന കേട്ടപ്പോ ഉമ്മാക്കും ഒരു വിഷമം.
നിങ്ങൾ എങ്ങോട്ട് പോയാൽ എന്താണ്, ഇവനെ കൊണ്ട് കരയിച്ചിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പൊ ഉപ്പ മനസ്സിലാക്കാണ്, ഏതായാലും മോനെയും കൂടെ കൂട്ടിയേക്കാം. കരയുന്ന കുട്ടിയെയാണ് കൂട്ടിയിട്ട് പോവുക. കരയാത്ത കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് അത്ര ശ്രമിക്കൂല. നമുക്ക് വേറെ പണിയുണ്ടെങ്കിൽ, നമുക്കെന്ത് പ്രയാസം ഉണ്ടെങ്കിലും കരയുന്ന മകനെ പരിഗണിക്കുന്നതാണ്. അർഹമുർറാഹിമായ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നവരോട് റബ്ബിന് കൂടുതൽ ഇഷ്ടമാണ്, സന്തോഷമാണ്, കൂടുതൽ നൽകുന്നതാണ്. അതേ സമയത്ത് ചോദിക്കാൻ മടിയുള്ളവർക്ക്, അള്ളാഹുവിനോട് ദ്വാരക്കാൻ മടിയുള്ളവർക്ക് കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാകുന്നത് കുറവാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുനിയാവും ചോദിക്കണം, ആഖിറവും ചോദിക്കണം. ആഖിറം ചോദിക്കുന്ന സമയത്ത് സ്വർഗം ചോദിക്കണം, അള്ളാഹുവിന്റെ ലിഖാഹ് ചോദിക്കണം. റബ്ബിനെ കാണാൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കണം. നമ്മൾ അധികാല ദുആയിലും മറന്നു പോകുന്ന ഒരു സംഗതിയാണത്. സ്വർഗം കിട്ടണോന്ന് ചിലപ്പം ദ്വാരം നേക്കും. അതേ സമയത്ത് നീയല്ലേ കാണാൻ കണ്ണ് തന്നത് അല്ലാ, നിന്നെ കാണാൻ എനിക്ക് വലിയ ആശയുണ്ട് അല്ലാ, നിന്റെ പരിശുദ്ധമായ ലിഖാഹ് തരണേ അല്ലാ. സ്വകാര്യമായ ദുആയിലും ഒറ്റ ദുആയിലും വിട്ടുപോകാതെ ദ്വാരക്കണ്ട ഒരു ദുആയാണത്. റബ്ബിനെ കാണാൻ ആശയുണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബിന് അടിമയോട് താല്പര്യമുണ്ടാകുന്നതാണ്. റബ്ബിനെ കാണാൻ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റ് അംബിയാ മുർസലീങ്ങളിൽ നിന്നെല്ലാം വ്യതിരിക്തനാകുന്നത് എന്തുകൊണ്ടാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്തു എന്നതങ്ങ് മാറ്റിവെച്ചാൽ ഈ ലോകത്ത് അല്ലാഹു ജല്ല ജലാലുഹു ആ റബ്ബിനെ കണ്ടുവന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ثاب ثابت الذرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال. കഴിഞ്ഞതല്ലേ ഉള്ളൂ 27 റജബ് 27 രാത്രി കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഒന്നാമത്തെ ആകാശവും കഴിഞ്ഞ് 7 ആകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹയും കടന്ന് കൂടെ ഗൈഡായി വന്ന സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ ലഇൻദനൗതു ഖദ്റഉൻ മുലതിൽ ഹതറഖതു, ഇനി ഒരൽപ്പം ഞാൻ മുന്നോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞ് ഭസ്മമായി പോകും നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശുർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഒറ്റയ്ക്ക് പോകണേ നബിയേ, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വഹീന്റെ സ്വാഹിബാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ തോഴനാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ വർക്ക് ചെയ്ത ആളാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതകൾ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാമിന്റെ പ്രത്യേകതയാണ്. ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇനി എനിക്ക് വന്നൂടെ നബിയെ, വന്നാൽ ഞാൻ കരിഞ്ഞു പോകും. അതിന്റെ അപ്പുറം ഒറ്റക്ക് പോകാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നിശ്ചയിച്ച സ്ഥലത്തേക്ക് അടുത്തു. വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സമാഗമം കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണുക എന്നത് മോമിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഇന്ന് സദസ്സ് കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ റബ്ബിന്റെ ലിഖാഹ് നമുക്ക് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന സംവിധാനത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം, നോമ്പ്
ഇതൊക്കെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹു നമുക്ക് സംവിധാനിച്ച സംവിധാനങ്ങളാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ചെറിയ അധ്വാനം ഒന്നും പോരാ, നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. അധ്വാനിച്ച ആളുകളുടെ കഥ കേൾക്കുമ്പോഴാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ്. കാസർഗോഡ് നമ്മുടെ സുന്നി സെന്ററിൽ 2-3 ആഴ്ച മുൻപ് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി. നല്ല സദസ്സ്, നിറഞ്ഞ സദസ്സാണ്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം പറയുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ചുണ്ടാനങ്ങ് ഇങ്ങോട്ട് കേൾക്കാത്തോണ്ടാ. മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കിയില്ലേ? ആ സദസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 1000 തവണ മുത്തുനബിന്റെ പേര് പറഞ്ഞാലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മനുഷ്യനും സ്വലാത്ത് ചൊല്ലൂല, ആരും സ്വലാത്ത് ചൊല്ലൂല. അങ്ങനത്തെ ഒരു സദസ്സ്. നിങ്ങൾക്ക് തോന്നും അവര് മുസ്ലിങ്ങളായിരിക്കൂല. അല്ല, നല്ല ഈമാനുള്ളവരാണ്. ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അവര് സുന്നികളായിരിക്കൂല. അവര് നല്ല സുന്നികളും തന്നെയാണ്. പിന്നെന്തുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലൂല എന്ന് പറഞ്ഞത്? ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് അവര് കേൾക്കണ്ടേ? കേട്ടാൽ തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയണ്ടേ? കേൾവി ശക്തിയില്ലാത്തവരാണ്, സംസാര ശക്തിയുമില്ലാത്തവരാണ്. നമ്മുടെ മഅദനിൽ ആ വിഷയത്തിൽ അവരുടെ ഭാഷയിൽ ക്ലാസ് എടുക്കുന്ന ഒരു സഖാഫി സദസ്സിന്റെ മറ്റേ മൂലയിൽ നിന്നിട്ട് അവരോട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ, അവരുടെ ഭാഷയിൽ ഇത് മൊഴിമാറ്റം നടത്തി കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ സ്പീഡ് കുറച്ചൊരു 45 മിനിറ്റുള്ള ക്ലാസ്. എന്താ വിഷയം എന്നാണ് എന്നെ വല്ലാത്ത സങ്കടപ്പെടുത്തിയത്. തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെ ജീവിക്കാം? സാധാരണ സദസ്സിനോടാണ് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്വലാത്ത് കേൾക്കാതെ നിങ്ങൾ ഉറക്കെ ചൊല്ലൂന്ന് ഞാൻ പറഞ്ഞില്ലേ? ആമീൻ ഉറക്കെ പറയൂന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ക്ലാസ് എടുക്കണ, പ്രസംഗിക്കണ നമുക്ക് ഈ സദസ്സിനോട് നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? ഇവർക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഹൃദയം നന്നാകാൻ ഖുർആൻ പോലുള്ള മരുന്ന് എവിടെയാണ് കിട്ടുക? പക്ഷെ ഇവർക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. സ്വലാത്തു ചൊല്ലാൻ വേണ്ടി നമുക്ക് പറയാം, പക്ഷെ ഇവർക്ക് സ്വലാത്തു ചൊല്ലാൻ പറ്റൂല. മരിക്കുമ്പോൾ ദിക്റ് ചൊല്ലി മരിക്കണ്ടേ? നിങ്ങളൊരു 100 ദിക്റ് ചൊല്ലൂ ദിവസവും എന്നിവരോട് പറയാൻ പറ്റൂല. കാരണം ഇവർക്ക് ദിക്റ് ചൊല്ലാൻ പറ്റൂല. എന്താണ് അല്ലാഹ് ഇവരോട് പറയേണ്ടത്? ഞാൻ ആകെ ഒരാശയക്കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നല്ല ഈമാനുള്ള മനുഷ്യന്മാര്, നല്ല ഈമാനുള്ളവര് ക്ലാസ് തുടങ്ങുമ്പോ ഞാൻ അവരോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുനിയാവിൽ ചെറിയ പ്രതിസന്ധിയിലും സങ്കടത്തിലൊക്കെ ആണെങ്കിലും സംസാരിക്കാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തൊരു തടസ്സം തന്നെയല്ലേ അല്ലാഹു തആല അവർക്കും നമുക്കും റഹ്മത്ത് ചെയ്യട്ടെ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ദുനിയാവിൽ ചെറിയ പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും നാളെ ആഖിറത്തിൽ വലിയ സന്തോഷമാണ്. ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നാളെ മഹ്ശറിലെത്തിയാൽ ഹിസാബിന്റെ വേളയിൽ ആദ്യം തന്നെ വളരെ ചെറിയ ഹിസാബോടുകൂടി ഗ്രീൻ ചാനലിലൂടെ വലതുഭാഗത്തേക്ക് അസ്ഹാബുൽ യമീനിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ടീം. അവരാരാന്നറിയോ? ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരാ. ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവര് അവരാദ്യം ഹിസാബ് റെഡിയാക്കിയിട്ട് വലതുഭാഗത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരോട് ഞാൻ ഈ ഹദീസ് വെച്ചിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ പവർ തരും. കാരണം എന്താണ്? സംസാരിക്കാൻ കഴിവുള്ളവൻ പെട്ടെന്ന് കിബറനാകാൻ സാധ്യതയുണ്ട്. വാളു പറയണ ഉസ്താദ് വരുമ്പോൾ തക്ബീർ ചെല്ലുമ്പോൾ ഞനക്ക് തോന്നും തരക്കേടില്ല, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന്.
അതോടുകൂടി ഇയാളെ ഇബാദത്ത് പൊളിഞ്ഞു പോകാനും ആഖിറം കഷ്ടത്തിലാകാനും സാധ്യതയുണ്ട്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. പാട്ടുപാടുന്നവൻ കിബറനാകാൻ സാധ്യതയുണ്ട്. വാചകമടിക്കുന്നവൻ ഭയങ്കരമായ, ചില ആൾ തുടങ്ങിയാൽ നിർത്തൂല, ഭയങ്കര വാചകടിയാണ്. അങ്ങനെ വാചക കസർത്ത് നടത്തുന്നവൻ എന്നോട് പറഞ്ഞു തോപ്പിക്കാൻ ആർക്കും കഴിയൂല എന്നെല്ലാം പറയുന്നേക്കുന്നില്ലേ? കിബറിന്റെ വാചകമാണ്. അഹങ്കാരികൾ നരകത്തിലാണ്. കിബർ വരാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് കേൾവിയില്ല, സംസാരവുമില്ല. നാളെ കേൾവിയുടെയും കേൾവിയുടെയും അതുപോലെ സംസാരത്തിന്റെ ഒക്കെ നിഅമത്ത് തന്ന റബ്ബ് എത്ര കൊല്ലങ്ങളാണ്, വർഷങ്ങളാണ് ഓരോ അക്ഷരങ്ങൾ എണ്ണിപ്പിറക്കി അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബ് പറയുമ്പോൾ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് മിണ്ടാൻ തുടങ്ങിയതാണ്. നേരം വൈകിയിട്ട് കിടന്നുറങ്ങുന്നത് വരെ വായ വെക്കുന്നുണ്ടോ സഹോദരാ? ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കും, അപ്പോഴും നിർത്തൂല. അത് മറ്റുള്ളവന്റെ കുറ്റമാകാം, കുറവുകളാകാം. മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. സംസാരമേറുന്നവന്റെ കുറ്റങ്ങൾ അധികരിക്കും, കുറ്റങ്ങളേറിയവന്റെ ഹൃദയം മരിക്കും. ഹൃദയം മരിച്ചവൻ നരകത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കാനൊക്കെ തന്ന ഈ അവസരങ്ങളില്ലേ, ഈ ഒരു ദിവസത്തെ എഴുത്ത്, ഒരു ദിവസത്തെ സംസാരം മാത്രം ഒരു പുസ്തകമാക്കിയാൽ തന്നെ എത്ര പേജ് ഉണ്ടാവും? പറയുന്ന വാക്കുകളെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി അതൊരു പുസ്തകമായി വരികയാണെങ്കിൽ ഒരു ജീവിത കഥ മാത്രമല്ല എഴുതേണ്ടി വരും. എല്ലാ ദിവസവും കഥ തന്നെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, എത്രയാ സംസാരം! ഇതിനെല്ലാം അല്ലാഹുവിനോട് മൊത്തത്തിൽ ഒരു ദിവസം പറഞ്ഞതിനെല്ലാം അല്ലാഹ് കണക്കെടുക്കുക. ഓരോന്നിനും അല്ലാഹ് കണക്കെടുക്കുകയാണെങ്കിൽ, ഓരോന്നിനും അല്ലാഹു തആല കണക്കെടുക്കുകയാണെങ്കിൽ എവിടെയാണ് ഇതുകൊണ്ട് തീരുക? എപ്പോഴാണ് ഹിസാബ് അവസാനിക്കുക? അല്ലാഹു നമുക്കുടെ ഹിസാബ് എളുപ്പമാക്കി, ഹിസാബില്ലാതെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഹിസാബിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയാത്തോൻ ആ വകയിൽ അല്ലാഹുവിനോടൊന്നും പറയാനില്ല. അല്ലാഹു തആല ആ വകയിൽ അവനോടൊന്നും ചോദിക്കുകയുമില്ല. കേൾക്കുന്നത് എന്തൊക്കെയാണ്, ആസ്വദിക്കുന്നത് എന്തൊക്കെയാണ്? കേൾവി ശക്തിയില്ലാത്തവരോട് അല്ലാഹു അതിനെ കുറിച്ച് ചോദിക്കൂല. അതുകൊണ്ട് ഹിസാബ് എളുപ്പമായി സ്വർഗത്ത് പോകാമെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ക്ലാസ് എല്ലാം കഴിഞ്ഞു, 45 മിനിറ്റ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവര് വന്നിട്ട് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അവർക്ക് സന്തോഷല്ലേ, അങ്ങ് കുറെ ആളുണ്ട്, എല്ലാരും നിന്നിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ ഈ തക്കാഫി ഉസ്താദ് ഉണ്ടല്ലോ, ഞാനിപ്പോ അദ്ദേഹം കേരള യാത്രന്റെ ചില ഇടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ആ സക്കാഫിയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടാളുടെ കൂട്ടത്തിൽ ഒരാള്, അദ്ദേഹമാണ് ആ സംസാരിച്ച ആള്. അദ്ദേഹം അവരുടെ ഭാഷയിൽ മൊഴിമാറ്റം നടത്തിയ ആള്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അവര് സദസ്സിൽ പോയിരുന്നു. ഇവര് 2-3 ആള് ഈ സക്കാഫിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാല് അവരുടെ ആ ഭാഷയിലുള്ള സംസാരം പറഞ്ഞു. അപ്പൊ ഞാന് അദ്ദേഹത്തോട് എന്താ ഇവര് പറയുന്നത്? ഇപ്പൊ പറഞ്ഞു, ഉസ്താദേ, ഇവര് ചോദിക്കുന്നത്, ഉസ്താദ് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, സംസാരിക്കാൻ കഴിയാത്ത ആള് സ്വർഗത്ത് പോയാല്, സംസാരിക്കാൻ കഴിയാത്ത ആള് സ്വർഗത്ത് പോയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആള് സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അത് എളുപ്പം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അത് ഉസ്താദ് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. സത്യത്തില് നിങ്ങൾ നാവുകൊണ്ട് ചെയ്യുന്ന പണി നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാ ഇവര് പറയുന്നു. നോക്കിങ്ങള്, ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു, ഒന്നാമത് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഇതും ഇവരുടെ ഒരു നന്മയുടെ മനസ്സാണ്, തൗബയുടെ മനസ്സാണ്. സത്യത്തിൽ ഒരല്പം ഈമാൻ കുറവുണ്ടെങ്കിൽ എന്താ ചിന്തിക്കാറിയാ, ഇനി നമുക്ക് എന്ത് കളിയും കളിക്കാന്ന് വിചാരിക്കാം. അല്ലാഹു തആല നമ്മൾ ചോദിക്കാണ്ട് വിടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കളിയും കളിക്കാന്നല്ലേ ചിന്തിക്കേണ്ടത്. കുറെ ഈമാനും തഖ്വയുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. സംസാരിക്കാൻ കഴിവുള്ള ആള് സംസാരിച്ചിട്ട് ചെയ്യുന്ന പണി കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് മൊബൈലോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളും കുടുങ്ങൂലേന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, അത് അവരുടെ തൗബയുടെ മനസ്സാണ്, അത് അവരുടെ നന്മയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഉസ്താദേ. കാരണം അവരെ ആശ്വസിപ്പിക്കലല്ലേ നമ്മുടെ ബാധ്യത, അവരെ സങ്കടത്തിലാക്കലല്ലോ. സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുത്തതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ലോകത്തങ്ങനെ ജീവിക്കുന്ന ആളുകൾ പലതുമുണ്ട്.
സങ്കടപ്പെടുന്നവര് പലരുമുണ്ട്. നിങ്ങളെ സ്വലാത്തിന് ശബ്ദം കുറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്, സംസാരിക്കാനേ കഴിയാത്ത ആളുണ്ട്. ഒരൊറ്റ സ്വലാത്ത് ജീവിതത്തിൽ വരാത്തവരുണ്ട്. നിസ്കരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പറയുമ്പോഴും എന്റെ മനസ്സിലുണ്ട്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഉമ്മിൽ കിതാബ് ഔ ബി ഫാത്തിഹത്തിൽ കിതാബ്. മുത്തഹായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. പക്ഷേ ഇവർക്ക് എഴുതുറുണ്ട്, ഇവർക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല. പക്ഷെ എന്നാലും ഫാത്തിഹ ഓതി ഒരു നിസ്കാരം അവർക്കില്ല, ഒരു അല്ലാഹു അക്ബർ ഇല്ല, ഒരു സമി അല്ലാഹു ലിമൻ ഹമിദ ഇല്ല, ഒരു സുബ്ഹാന റബ്ബിയൽ അദീം ജീവിതത്തിൽ വന്നിട്ടില്ല, ഒരു സുബ്ഹാന റബ്ബിയൽ ആല വന്നിട്ടില്ല, ഒരു റബ്ബി അഗ്ഫിർലി വന്നിട്ടില്ല, ഒരു വജ്ഹ് ഓതിയിട്ടില്ല, ഒരു അത്തഹിയാത്തുൽ മുബാറക ജീവിതത്തിൽ ഇന്നുവരെ മൊഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളും ദുനിയാവിലുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. കിട്ടുന്ന സമയങ്ങളും മുഴുവനും ഉപയോഗപ്പെടുത്തണേ മോമിനീങ്ങളെ, ഇല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഹിസാബൊക്കെ എളുപ്പത്തിൽ അങ്ങ് പോയി തീരേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹിസാബൊക്കെ വലിയ പ്രതിസന്ധിയാണ്. സ്വർഗത്തിൽ ഒരു ടീമുണ്ട്, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അതാണ് ഏറ്റവും നല്ല മാർഗം. ആരാണവര്? സ്വർഗത്തിൽ അവരിങ്ങനെ ചിറകുകൊണ്ട് പാറിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ചിറകുകൊണ്ട് സ്വർഗത്തിൽ പാറുമ്പോൾ ഖസനത്തുൽ ജന്നത്ത് ചോദിക്കും അവരോട്, സ്വർഗത്തിലെ സെക്യൂരിറ്റി, സ്വർഗത്തിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? ഭയങ്കര കടുപ്പാണ് ഈ ഹിസാബ് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചില ഭയങ്കരമായ ഗൗരവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ഫضല് കൊണ്ടല്ലാണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. നമ്മൾ ഉറപ്പിക്കണം, നമ്മളെ ഒരു ഇബാദത്ത് കൊണ്ടും നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സ്വീകരിക്കണമെങ്കിലും അള്ളാന്റെ ഔദാര്യം വേണ്ടേ? അള്ളാന്റെ ഔദാര്യം കൊണ്ട് കടത്തിത്തരണമെന്ന് പറയലാണ് ബുദ്ധി. ഇമാം ഗസാലി തങ്ങൾ എന്നെ ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാളെ ഹിസാബിന്റെ വേളയിൽ ഹിസാബിന് കൊണ്ടുവരുന്നു ഒരാളെ. അയാൾ ആരാന്നറിയോ? 500 കൊല്ലം കടലിന്റെ സെന്ററില്, കടലിന്റെ ഉള്ളില് ഇബാദത്ത് ചെയ്ത ഒരാളാണ്. കടലിന്റെ ഉള്ളിൽ ഒരു ചെറിയ തുരുത്ത്, അവിടെ 500 കൊല്ലം ഏകനായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. വേറെ ഒരാളും കാണൂല, കാണാൻ ആശിച്ചിട്ട് കാര്യമില്ല. വേറൊരാളും കാണാൻ ആശിച്ചിട്ടില്ല കാര്യമില്ല, വേറൊരാള് കാണൂല. അങ്ങനത്തെ ഒരു സ്ഥലം, അവിടെ അയാൾ അല്ലാഹുക്ക് വേണ്ടി മുഖ്ലിസായി ഇബാദത്ത് ചെയ്യുന്നത്. 500 കൊല്ലം ഇബാദത്ത് അവസാനം മരിക്കുമ്പോൾ അയാൾ സുജൂദിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. ഇയാൾക്ക് വെള്ളം വേണ്ടേ? കടൽ വെള്ളം ഉപ്പുവെള്ളമാണ്, കുടിക്കാൻ പറ്റില്ല. ഇയാൾക്ക് ദാഹമുള്ള സമയത്ത് ആ തുരുത്തിൽ ചെറിയ ഉറവ പൊട്ടും, അതിൽ നല്ല വെള്ളം കിട്ടും, അതാണ് കുടിക്കാറുള്ളത്. ഇയാൾക്ക് വിശക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ചെടി മുളക്കും, അതിൽ നിന്നൊരു പഴം പിടിക്കും, അതാണ് അയാൾ കഴിക്കുന്നത്. ഇയാളെയാണ് മഹ്ശറിൽ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് പറയും, നിങ്ങൾ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ, എന്റെ ഫضല് കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോയിക്കോ. ഇത് പറയുമ്പോ അള്ളാഹുവിന് ഇയാൾ ചെറിയൊരു തിരുത്തു കൊടുക്കാണ്. അള്ളാഹുവേ, സൃഷ്ടാവേ, റബ്ബേ, നിന്റെ ഔദാര്യം എന്ന് പറയുന്നതിനേക്കാൾ എന്റെ അവകാശം എന്ന് പറയലല്ലേ റബ്ബേ ശരി. 500 കൊല്ലം നടുക്കടലിൽ നിനക്ക് ഇബാദത്ത് ചെയ്ത ഒരാളല്ലേ ഞാൻ. എനിക്ക് ആ വകയിൽ തന്നെ സ്വർഗത്തിന് അർഹതയില്ലേ അല്ലാഹ്? അപ്പൊ നിന്റെ ഔദാര്യത്തിന് സ്വർഗത്ത് പോയിക്കോ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അവകാശപ്പെട്ട സ്വർഗം എന്ന് പറയലല്ലേ റബ്ബേ ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തർക്കവാദം ഉന്നയിച്ചപ്പോൾ അർഹമുർ റഹീമായ റബ്ബ് ഇയാളോട് പറയണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിസാബ് എടുക്കാം. ഇയാൾക്ക് ഉറപ്പാണ് എന്തായാലും ഹിസാബിൽ ഇയാൾ വിജയിക്കുമെന്ന്. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഇയാൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇയാൾ പറയും, ഹിസാബ് എടുക്കാം റബ്ബേ. ആദ്യം തന്നെ അല്ലാഹു തആല ഇയാളോട് ചോദിക്കുന്നല്ല, മനുഷ്യ
500 കൊല്ലം കടലിന്റെ നടുവിൽ ഒരു ചെറിയ തുരുത്ത്, ഏത് സമയത്തും വെള്ളം മൂടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം. അവിടെ ആരെയും ഭയപ്പെടാതെ റബ്ബാകുന്ന എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിനക്ക് ഭാഗ്യം നൽകിയവനാരാണ്? നീ തന്നെയാണ് അല്ലാഹ്. ഇയാൾ അല്ലാഹുവിനോട് പറഞ്ഞു, നീ തന്നെയാണത്. ഓ മനുഷ്യ, നിനക്ക് ദാഹമുള്ള സമയത്ത് ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. നീ ഇരിക്കുന്നിടത്ത്, നീ നിസ്കരിക്കുന്നിടത്ത്, നീ ഇബാദത്ത് ചെയ്യാൻ ഒരുക്കിയ സ്ഥലത്ത് ചെറിയ ഉറവ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് നിനക്ക് നല്ല വെള്ളം തന്നവനാരാണ്? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണ് റബ്ബേ. വിശക്കുന്ന സമയത്ത് നിനക്കൊരു ചെറിയ ചെടി മുളപ്പിച്ച് അതിൽ നിന്ന് നല്ല പഴം തന്നവനാരാണ്? അതും നീ തന്നെയാണ് അല്ലാഹ്. നീ എപ്പോഴും എന്നോട് ദുആ ചെയ്യുന്നു, സുജൂദിൽ കിടക്കുന്ന സമയത്ത് മരിപ്പിക്കണമെന്ന്. ആ ദുആ സ്വീകരിച്ചിട്ട് നിന്റെ റൂഹ് പിടിക്കാൻ സമയമായപ്പോൾ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിൽ അർവാഹിനോട്, മലക്കുൽ മൗത്ത് അസ്റായീലിനോട് നീ സുജൂദിൽ കിടക്കുന്ന സമയത്ത് തന്നെ നിന്റെ റൂഹ് പിടിക്കണമെന്ന് ഓർഡർ ഇട്ടവനാരാ? ഇയാള് സമ്മതിക്കുന്നതും നീ തന്നെയാണ് അല്ലാഹ്. എന്നാ ഹിസാബ് എടുക്കാം. 500 കൊല്ലത്തെ ഇബാദത്ത് തുലാസിൽ വെക്കാണ്. പകരം 2 കണ്ണ്. അലം നജ്അൽ ലഹു ഐനൈൻ. 2 കണ്ണ് എന്ന് ഖുർആൻ പറഞ്ഞ സാധനം ഇല്ലേ? കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ മറ്റേ തുലാസിലും വെച്ചപ്പോൾ നടുക്കടലിൽ നിന്ന് ഒരാളും കാണാതെ അല്ലാഹുക്ക് വേണ്ടി മാത്രം ചെയ്ത ഇഖ്ലാസുള്ള 500 കൊല്ലത്തെ ഇബാദത്തില്ലയോ? ആ ഇബാദത്ത് 2 കണ്ണിന്റെ അനുഗ്രഹത്തിന് പകരമാകുന്നില്ല. ഇബാദത്തിന്റെ തുലാസ് പൊങ്ങി നിൽക്കാണ്, കനം പോരാ. റഹ്മത്തിന്റെ മലക്കുകൾ ഒഴിവാക്കുന്നു, സബാനിയാക്കളായ അദാബിന്റെ മലക്കുകൾ പിടിക്കുകയാണ്. പോകാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഇന്നലദൈന അങ്കാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. കൊളത്തി വലിക്കണ ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞ അങ്കാല. അതാ കൊളത്തി വലിക്കണ ചങ്ങല കിട്ടിട്ട് ഇയാളെ വലിക്കാണ് സബാനിയാക്കള്. വലിച്ചങ്ങ് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയാൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, എന്തിനാണ് എന്റെ അടിമ തിരിഞ്ഞു നോക്കുന്നത്? അപ്പോഴാണ് ഈ പരാജയപ്പെട്ട മനുഷ്യൻ പറയുന്നത്, അല്ലാഹ്, ഔദാര്യമുള്ള കാരുണ്യവാനായ റബ്ബേ, 500 കൊല്ലം കടലിന്റെ നടുക്ക് നിനക്ക് ഇബാദത്ത് ചെയ്തൊരു സാധു മിസ്കീനല്ലേ അല്ലാഹ് ഞാൻ. നീ കാണാൻ വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്തൊരു സാധുവല്ലേ അല്ലാഹ് ഞാൻ. നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ സ്വർഗത്ത് പോയിക്കോ നിന്നോട് പറഞ്ഞപ്പോൾ എന്റെ വിവരക്കേട് കൊണ്ട് നിന്നോട് തർക്കിച്ച് ഞാൻ പരാജയം ഏറ്റുവാങ്ങി. നിന്റെ നീതി നീ നടപ്പിലാക്കിയപ്പോൾ ഹിസാബിൽ പരാജയപ്പെട്ട് ഞാൻ നരകത്തിലായി പോയി. എന്നെ സബാനിയാക്കൾ നരകത്തിലേക്ക് വലിക്കുകയാണ് അല്ലാഹ്. പക്ഷെ എന്നാലും നീ കാരുണ്യമുള്ള റബ്ബല്ലയോ? ഒരു ചെറിയ വാക്ക് പിഴവിൽ ഞാൻ നരകാവകാശിയായി എന്നെ സബാനിയാക്കൾ വലിക്കുമ്പോഴും ഞാൻ മടങ്ങി നോക്കിയത് എന്റെ റബ്ബിന്റെ റഹ്മത്തിലേക്കാണ്. കാരുണ്യമുള്ള റബ്ബല്ലയോ? 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ വാക്കിൽ തെറ്റുപിടിച്ചിട്ടവനെ നരകത്തിലേക്ക് ഇടണ്ട, സ്വർഗത്തിലേക്ക് ഇട്ടാലോ എന്ന് അർഹമുർറാഹിമായ റബ്ബ് നീ തീരുമാനിച്ചാലോ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടങ്ങി നോക്കിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ മലക്കുകളോട് പറയുന്നു, അദ്ദേഹത്തെ പിടിക്കൂ. സബാനിയാക്കളോട് പറയുന്ന അയാളെ വിടൂ. എന്റെ റഹ്മത്തിൽ ആശ വെച്ചവനെ നരകത്തിലിടണ്ട. ഹിസാബ് വളരെ കടുപ്പമാണ്. ഹിസാബ് വളരെ പ്രയാസകരമാണ്. ഒരൊറ്റ ഇബാദത്ത് കൊണ്ടും രക്ഷപ്പെടാമെന്ന് കരുതല്ലേ. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ പ്രതീക്ഷയർപ്പിക്കൂ. അതുകൊണ്ട് ദുനിയാവിൽ ഒരു ഇബാദത്തും ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഫضل തന്നെ വേണം. അള്ളാഹു നമ്മളെ
എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഫضل കൊണ്ട് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ ഫضل അല്ലേ? മലക്കുകൾ ചോദിക്കുന്ന ഈ സ്വർഗത്തിൽ പാറിക്കളിക്കുന്നവരോട് നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? അവര് പറയുന്നത് നമ്മൾ ഹിസാബ് കണ്ടിട്ടില്ല, നമ്മൾ ഹിസാബ് ഒന്നും കണ്ടിട്ടില്ല. മലക്കുകൾ ചോദിക്കും, നിങ്ങൾ സുറാത്ത് കടന്നിട്ടില്ലേ? സുറാത്ത് കണ്ടിട്ടില്ലേ? വളരെ ഗൗരവമുള്ള പാലല്ലേ? 6 വരിപ്പാത ഉഷാറായിട്ട് പണി നടക്കുന്നുണ്ട്, വലിയ വീതിയുള്ള പാലാണ്. അങ്ങനത്തെ പാലല്ലേ? നമ്മൾ പണ്ടെന്നെ പഠിച്ചിട്ടുണ്ട്. മുടിയേക്കാൾ നേർന്നതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും ഊരാക്കൂരിട്ടുള്ള ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയതുമായ അത്ഭുതം നിറഞ്ഞ പാലമാണ്. 5000 വർഷം ഇറങ്ങണം, 5000 വർഷം നേരെ നടക്കണം, 5000 വർഷം കയറ്റം കയറണം. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരൊട്ടകക്കാരൻ, ഒട്ടകത്തിന്റെ സഞ്ചാരി 15000 വർഷം സഞ്ചരിക്കേണ്ടുന്ന ദൂരമാണ് ജഹന്നമിന്റെ മേലെയുള്ള സിറാത്തിന്റെ ദൂരം. സുബ്ഹാനല്ലാഹ്. ആ പാലമാണ് കണ്ണടച്ച് തുറക്കണ വേഗതയിൽ മഹാന്മാര് പോകുന്നത്. ആ പാലമാണ് കാറ്റടിക്കുന്ന വേഗതയിൽ, പ്രകാശത്തിന്റെ വേഗതയിൽ, കുതിരയുടെ വേഗതയിൽ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളിൽ പോകുന്നത്. അള്ളാഹു നമുക്ക് എളുപ്പം ചെയ്യട്ടെ. ആമീൻ പറയൂ. അള്ളാഹു എളുപ്പം ചെയ്യട്ടെ. മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങൾ സിറാത്ത് കണ്ടിട്ടില്ലേ? ഇവര് പറഞ്ഞു, ഞങ്ങൾ സിറാത്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ മലക്കുകൾ ചോദിക്കുന്നു, പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനം സ്വർഗത്തിൽ പാറിക്കളിക്കാൻ മാത്രം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കപ്പാസിറ്റി കിട്ടിയത്? അപ്പോഴാണ് ഇവര് മറുപടി പറയുന്നത്, നിങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്നല്ലാഹ സിർറൻ ഫീ ദാരി ദുനിയാ. ഞങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. അത് അഡ്രസ്സാണ്. ഫഖർനാ ബിജാഹിൽ മുസ്തഫ കുല്ല ഉമ്മത്തിൻ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഭിമാനം, തങ്ങളാണ് നമ്മുടെ അഡ്രസ്. ഇവര് പറയും, ഞങ്ങൾ മുത്തുനബിന്റെ ആളാണ്. അബദ്നല്ലാഹ സിർറൻ ഫീ ദാരി ദുനിയാ. ദുനിയാവിൽ ഞങ്ങൾ അല്ലാഹുവിന് വളരെ രഹസ്യമായ ഇബാദത്ത് ചെയ്ത ആളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ, ഈ മഹ്ശറിൽ, ഈ ഖിയാമത്ത് നാളിൽ, ഈ പരലോകത്ത് എല്ലാവരും സങ്കടപ്പെടുമ്പോൾ ആരും അറിയാതെ രഹസ്യമായ അല്ലാഹു സ്വർഗത്തിലെത്തിച്ചതാണ്. ആ രഹസ്യമായ ഇബാദത്ത് ഏതാണ്? അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല സന്തോഷമുള്ള ഇബാദത്താണ് നോമ്പ്. അതിന് അല്ലാഹുവിനെയാണ് പ്രതിഫലമായി അല്ലാഹു നിശ്ചയിച്ചത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ആ സ്വർഗത്തിലെത്താൻ, നരകത്തെ തൊട്ട് കാവല് കിട്ടാനാണ് മഹാന്മാർ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ശരിക്കും ഒന്ന് ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതൊരു വാക്കിന്റെ ശുദ്ധിയല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല. മൊത്തത്തിൽ നമ്മൾ റമദാനിലേക്ക് ശരിക്കും ഒരുങ്ങണം. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ആഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ശഅബാനിൽ. നമുക്ക് അല്ലാഹുവിലേക്കും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും നന്നായി അടുക്കേണ്ടതുണ്ട്. മുൻഗാമികളുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒരാള്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന അബ്നാഇ ഹൗലാഇ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. നാളെ നടക്കുന്ന ഉഹദ് യുദ്ധത്തെ തൊട്ട് എന്റെ മക്കൾ എന്നെ തടയുന്നു. വഹും യതഅദ്ദറൂന ബി അന്നി അറജു.
എനിക്ക് കാലിന് വൈകല്യുണ്ട് എന്ന് വയസ്സായി എന്നാണ് അവര് കാരണം പറയുന്നത്. ഉഹദ് യുദ്ധം നടക്കുകയാണ് നാളെ. അംർ ഇബ്നുൽ ജമൂഹ് എന്ന പ്രായമുള്ള സ്വഹാബി, മുടന്തുള്ള സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മസമരത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കള് തടയാണ്. അപ്പോഴാണ് മുത്തുനബിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്ന, നബിയെ, മക്കളോട് പറഞ്ഞിട്ട് സ്പെഷ്യൽ പാസ് വാങ്ങിത്തരണം. തങ്ങൾ വിളിക്കുന്നു മൂന്നാളുകളെ, മുഅവ്വിദ്, മുആദ്, ഖല്ലാദ്, മൂന്നാളുകളെയും വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, ലാ തഹ്ബിസൂ, ബാപ്പാ നിങ്ങളെ തടയണ്ടേ, തടയണ്ട. ലഅല്ലല്ലാഹു യർസുഖുഹു ശഹാദ, ബാപ്പക്ക് രക്തസാക്ഷിയാകാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്തേക്കും, നിങ്ങൾ തടയണ്ട. ആ യുദ്ധത്തിൽ ഉഹദ് രണാങ്കണത്തിൽ പോയി ഒരു മൂലയിൽ നിന്ന് വളഞ്ഞ മനുഷ്യൻ, വൈകല്യമുള്ളയാള്, പ്രായം ചെന്ന മഹാനായ സ്വഹാബി, അവരുടെ ആയുധം എടുത്തിട്ട് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിയപ്പോൾ ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ അത്ര പരിഗണിച്ചില്ല. അപകടം മണത്ത മുശ്രിക്കീങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ശക്തമായി പ്രതിരോധിച്ചു. വെട്ടുകൊണ്ടു, കുന്തത്തിന്റെ കുത്തുകൊണ്ടു അമ്പ് തറച്ചു. വലിയ പ്രതിസന്ധി നേരിട്ടു. പിന്നെയും കൂട്ടമായി വരുന്ന മുശ്രിക്കീങ്ങളോട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അതിലിങ്ങനെ ചാടി പോരടിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്നി ലമുഷ്താഖുൻ ഇലൽ ജന്ന, ഇന്നി ലമുഷ്താഖുൻ ഇലൽ ജന്ന, നിശ്ചയം ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ച് വന്നവനാണ്. ആശ വെച്ച, കൽബിലാശിച്ച സ്വർഗം അനുഭവിക്കാതെ ഇനി അംർ ഇബ്നുൽ ജമൂഹ് മദീനയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം കഴിഞ്ഞു. സ്വഹാബികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശുഹദാക്കളെയും പരിക്ക് പറ്റിയവരൊക്കെ നോക്കുകയാണ്. കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ ശരീരം കാല് മുതൽ തലവരെ നിലത്തു മുട്ടുന്നില്ല. എണ്ണമറ്റ അമ്പ് തറച്ചതിനാൽ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അമ്പ് തറച്ച അമ്പിന്റെ മെത്തയിൽ കിടക്കുന്നു. സ്വർഗം കിട്ടാനാണ്, റബ്ബിനെ കാണാനുള്ള പണിയാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ബദർ യുദ്ധത്തിൽ അതാ സ്റ്റെപ്പിങ്ങനെ റെഡിയാക്കുന്നു. 313 സ്വഹാബികൾ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയ അനുജനെ പോലെ, നമ്മുടെ ചെറിയ മക്കളെ പോലത്തെ 16 വയസ്സുള്ള ഒരു മോൻ, 16 വയസ്സുള്ള ഒരു മകൻ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. വലിയ വലിയ പ്രായമുള്ള മുതിർന്ന ആളുകളുടെ പിന്നിലൂടെ ഇങ്ങനെ പതുങ്ങി നടക്കുമ്പോൾ ജ്യേഷ്ഠനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അനുജന്റെ കൈ പിടിച്ചു അനിയനോട് ചോദിക്കുന്നു, മോനെ, നീ എന്തേ ആളുകൾ കാണാതെ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്തേ? അപ്പോഴാണ് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജ്യേഷ്ഠനോട് പറയുന്നത്, കാക്കാ, അഖാഫു അൻ യസ്തസ്ഗറനി റസൂലുള്ളാഹ്, ഞാൻ ഭയപ്പെടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങാനും എന്നെ കണ്ടാൽ, എനിക്ക് വയസ്സായിട്ടില്ലല്ലോ, എനിക്ക് യുദ്ധത്തിന് വരാൻ പറ്റൂലല്ലോ, ഞാനൊരു ചെറിയ മോനല്ലേ, അതുകൊണ്ട് വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞ തങ്ങൾ മടക്കിയേക്കും. അന ഉഹിബ്ബുൽ ഖുറൂജ്, ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ്, ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ലഅല്ലല്ലാഹു അൻ യർസുഖനി അശ്ശഹാദ, ഈ യുഹദിൽ ബദറിൽ ഷഹീദാകാൻ എന്റെ റബ്ബെന്നെ തെരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തങ്ങൾ കണ്ടാൽ എന്നെ മടക്കിയേക്കുമെന്ന് ഇതിൽ കൂട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തങ്ങളെ കണ്ണുപെടാതിരിക്കാൻ ഒളിച്ചു കളിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ മകൻ ഒളിച്ചു കളിക്കാണ്. നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. മോനെ, പകരീവിന് പള്ളിയിൽ പോന്ന് പറയുമ്പോ പിന്നെ അവനെ കാണുന്നില്ല, തട്ടിന്റെ മുകളിൽ. ആ ഒളിച്ചു കളിക്കാനല്ല ഇത്. യുദ്ധത്തിന് പോയിട്ട് ഞാൻ ഷഹീദാവൂന്ന് പറഞ്ഞിട്ട് പോവാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തി ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കയ്യോടെ പിടിച്ച് ഈ സംഘത്തിന്റെ വെളിയിലേക്ക് മാറ്റി നിർത്തിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ, പൊന്നുമോന് പ്രായമായിട്ടില്ല, യുദ്ധമുന്നണിയിൽ ചേരാൻ, നിനക്ക് പട്ടാളത്തിൽ ചേരാൻ പ്രായമായിട്ടില്ല, അതുകൊണ്ട് മോൻ വരണ്ട. തങ്ങളങ്ങ് പുറത്താക്കിയപ്പോൾ നേരത്തെ ഞാൻ മക്കളെ കരച്ചിൽ പറഞ്ഞതുപോലെ മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, പിന്നെയും കരഞ്ഞു. വല്ലാതെ കരച്ചിൽ കണ്ടപ്പോൾ പലരും പോയി ആശ്വസിപ്പിച്ചിട്ടൊരു മാറ്റമില്ല, കരയാണ്.
തങ്ങളെ മനസ്സലിഞ്ഞു, തങ്ങൾ കൈപിടിച്ച് കയറിക്കോളൂ എന്ന് പറഞ്ഞു. സ്പെഷ്യൽ പാസ് കൊണ്ട് കയറിയതാണ്. യുദ്ധം കഴിഞ്ഞു, നമുക്ക് ബദറിൽ പോകാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ബദർ ശുഹദാക്കളുടെ മഖ്ബറയുടെ പുറത്ത് 14 ശുഹദാക്കളെ പേരുണ്ട്. ആ പേരിൽ ഒരു പേരെന്താണ്? മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് തന്നെ ബദറിൽ ഷഹീദാണ്. 16 വയസ്സുള്ള ഉമൈർ ഇബ്നു അബീ വഖാസ്. ഞാൻ പറയുന്നത് ചെറിയ പ്രായം വിഷയമല്ല, പ്രായമുള്ള ആൾക്കും അതൊരു വിഷയമല്ല. യുവാക്കളുടെ കഥ പറഞ്ഞാൽ തീരുകയുമില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കടക്കുന്ന അതേ സ്വർഗമാണ് നമ്മൾ നോമ്പുകൊണ്ട് അല്ലാഹുവോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട എത്ര മഹാന്മാരായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്ര മഹാന്മാർ, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എത്ര വലിയ പ്രഗൽഭരായ മഹാന്മാരുടെ കഥകളും ചരിത്രങ്ങളുമാണ് മുന്നിലുള്ളത്. അവരെല്ലാവരും അധ്വാനിച്ചതും പണിയെടുത്തതും നമുക്ക് ദീന് തരാനും അവർക്ക് സ്വർഗം കിട്ടാനുമാണ്. ആ മഹാന്മാരുടെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്ന നിലക്ക്, അവരുടെ ജീവിതത്തെ അനുകരിക്കുന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരിമാരെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോവുകയാണ് വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ. തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ വല്ലാതെ സ്വഹാബികൾ ആക്രമിക്കപ്പെടുന്ന സമയമാണ്. അതിശക്തമായ പീഡനങ്ങൾ ഏൽക്കുന്ന സമയമാണ്. ഒരു കുടുംബത്തെ അതാ കെട്ടിയിട്ടിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ കെട്ടിയിട്ടിട്ട് അബൂജഹലും കുങ്കരന്മാരും അതിക്രൂരമായി ആക്രമിക്കുന്നു. ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവാണ്. അവിടുത്തെ ഭാര്യ സുമയ്യ ബീവിയാണ്. അവിടുത്തെ മകൻ അമ്മാർ ഇബ്നു യാസറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ ഇടപെടാനോ തടയാനോ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരെ നിന്നേ കാണുകയാണ്. യാസർ റളിയല്ലാഹു അൻഹുവും കുടുംബവും പ്രതീക്ഷയോടെ തങ്ങളെ വജഹിലേക്ക് നോക്കിയപ്പോൾ ഈ യാസർ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും തന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം അതിശക്തമായി ആക്രമിക്കുന്നു അടിമകളാണിവര്. ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. അതിശക്തമായി ആക്രമിക്കുന്ന സമയത്ത് യാസർ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ നാവുള്ള, നുബുവത്തിന്റെ നൂറുള്ള നാവ് കൊണ്ട് വിളിക്കുകയാണ്, സബ്റൻ അല യാസിർ, സബ്റൻ അല യാസിർ, സബ്റൻ അല യാസിർ, ഫഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കൂ യാസിറിന്റെ കുടുംബമേ, നിങ്ങളുടെ മടക്ക സ്ഥലം നിശ്ചയം സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്, അടി എത്ര വലിയ അടിയാണ്. അടിച്ച് അവസാനം ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് ഈ സുമയ്യ ബീവി. ഏറ്റവും വൃത്തികെട്ടവനായ അബൂജഹൽ അവന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ കുന്തം മഹദിയായ സുമയ്യ ബീവിയുടെ സ്വകാര്യ അവയവത്തിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അതിക്രൂരമായി കൊന്നുകളയുകയാണ്. അബൂജഹലും ടീമും മുന്നിൽ നിന്നിങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആ മഹദി അവരോട് പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. وَإِن تقتلوني وَلَمْ أَكُنْ بِأُشْرِكَ بِالرَّحْمَنِ مِنْ خِيفَةِ الْقَتْلِ. കൊല്ലാം, പിന്നെയും കൊല്ലാം. ജീവൻ പോകുന്നത് വരെ, റൂഹ് പോകുന്നത് വരെയല്ലേ നിങ്ങളുടെ ആക്രമം ആക്രമിച്ചോളൂ. അതേ സമയത്ത് ഞങ്ങളെ കൽബിൽ അല്ലാഹു തആല കത്തിച്ചു വെച്ചിരിക്കുന്ന തൗഹീദിന്റെ പ്രകാശമില്ലയോ, അത് കെട്ടുപോകുമെന്ന് കരുതണ്ട. അതികഠിനമായി വേദനിപ്പിച്ചു കൊന്നുകളഞ്ഞു. ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നെ കേൾക്കുന്ന ഈ കോട്ടക്കൽ പരിസരത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയാണ്. സ്വർഗത്തിൽ കാണാൻ അല്ലാഹു അവസരം നൽകട്ടെ. യാസർ റളിയല്ലാഹു അൻഹുവിനെയും അതേ സമയത്ത് തന്നെ കൊന്നുകളയുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന മകനാണ് ചെറിയ ഹിക്മത്ത് പ്രയോഗിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ ചെയ്തിട്ട് നമുക്ക് നൽകിയതാണ് ഈ ദീന്.
അവര് ശഅബാനിന്റെ ബറക്കത്ത് ഇങ്ങനെ ദ്വാരന്നിട്ട് വെറുതെ ഇരുന്നവരല്ല. അവര് റമളാനിൽ നോമ്പെടുത്തിട്ട് അന്യന്റെ കുറ്റവും കുറവും പറഞ്ഞവരല്ല. അവരല്ലാഹുവിന്റെ കലാം കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് മൊബൈലിൽ കളിച്ചവരല്ല. അവരല്ലാഹുവിന്റെ പ്രതിനിധി പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ അടുത്ത ക്ലബിലോ പാർട്ടി ഓഫീസിലോ ഇരുന്ന് ക്യാരം ബോർഡ് ചുട്ടിയവരല്ല. അവരല്ലാഹുവിനെ പേടിച്ചും തഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ, തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവർക്ക് അല്ലാഹു തആല തഖ്വക്ക് വേണ്ടി പാകപ്പെടുത്തിയ കൽബുള്ളവരാ. നല്ല ചിന്തയിൽ ജീവിക്കണേ, നന്നായി അധ്വാനിക്കണേ, നല്ല ശ്രമം നടത്തണേ. പക്ഷെ കെട്ടുപോയ കാലമാണ്. കെട്ടുപോയ കാലമെന്ന് ഞാൻ കാലത്തെ ആക്ഷേപിച്ചതല്ല, കാലക്കാരെ പറഞ്ഞതാണ്. നമ്മൾ അടക്കമുള്ള ടീമില്ലേ, നമ്മൾ താമസിക്കണതിന് നമ്മളത്ര സ്റ്റാൻഡേർഡല്ലേ കാണൂ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആണുങ്ങൾക്കും ബോധമില്ല, പെണ്ണുങ്ങൾക്കും ബോധമില്ല. പഴയ കാലത്തൊക്കെ പറയും, കുറച്ചൊരു 5 വർഷം മുൻപ് തന്നെ, ഒരു 5-6 വർഷം മുൻപ് തന്നെ സാധാരണ സംസാരത്തിലൊക്കെ കേൾക്കുന്നതാണ്, എല്ലാം പെൺകുട്ടികളായാൽ മതിയേനു ഉസ്താദെ. എന്തിനായി പറഞ്ഞറിയോ? ആൺകുട്ടികൾ എന്തെങ്കിലും കുറ്റക്കടക്കെ കളിക്കുമ്പോ ഉപ്പ പറഞ്ഞ വാക്കായത്, എല്ലാം പെൺകുട്ടികളായാൽ മതിയേനു ഉസ്താദെ, പോരന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അള്ളാഹു ആൺകുട്ടികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ, പെൺകുട്ടികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. കാരണം ആൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരികയാണ്. ഉപ്പ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാണ് മകൻ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഇപ്പം പറയണ എല്ലാ ആൺകുട്ടികളായാലും കുറച്ച് സമാധാന ഉസ്താദെ, പെൺകുട്ടികളെ തീരെ പിടിച്ചാൽ കിട്ടണില്ല. ബസ് കയറിയിട്ട് മൊബൈലിൽ പിടിക്കാണ്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ ഈ ഫേസ്ബുക്ക് കൊണ്ടൊന്നും കളിക്കുന്ന ആളല്ല, പക്ഷെ മിനിയാന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു. എല്ലാവരോടും നമുക്ക് ഇട്ടൂടെ? ഞാൻ വിട്ട വേറൊന്നുമല്ല, ഒരു പെണ്ണിന്റെ ഫോട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരുന്നുണ്ട്, വീഡിയോയും വരുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് അറിയാത്തോണ്ടോന്ന് അറിയില്ല. നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആളെന്താക്കി ഇതെല്ലാം ക്ലിപ്പാക്കിയിട്ട് നമുക്ക് അയച്ചിരും തരും. ഉസ്താദെ ഇതിലെല്ലാം ഇതിലെ ഒന്ന് പ്രസംഗിക്കണേ എന്ന്. ഞാൻ പറഞ്ഞത്, ഈ നാട് ചുറ്റാൻ പോകുമ്പൊന്നും പർദ്ദയുണ്ടായില്ല, വീഡിയോ പിടിക്കുമ്പോഴും പർദ്ദയില്ല. പർദ്ദക്കെതിരെ സംസാരിക്കുന്ന, പർദ്ദ എന്ന് പറഞ്ഞാൽ അതൊരു പുതപ്പാണ്, അതൊരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളുടെ കൂടെ കയ്യടി വാങ്ങാൻ വേണ്ടി നടന്നതാ. പോലീസ് പിടിച്ചപ്പോ പർദ്ദയിട്ട് മുഖമെല്ലാം മറിച്ചിട്ടാ പോന്നത്. നിങ്ങൾ നോക്ക്, അതാ ഞാൻ ഇട്ടത്, പറഞ്ഞല്ല. സുബ്ഹാന ജല്ല ജലാലു. പഴംപൊരി അറിയാത്ത മലയാളികളുണ്ടോ ദുനിയാവിൽ? പഴംപൊരി, കോട്ടക്കല്ലെല്ലാവർക്കും പഴംപൊരി അറിയാം. ഏടെ മലയാളി ഉണ്ടോ അവിടെ പഴംപൊരി ഉണ്ടോ? ദേശീയ കടിയ. ഫ്ലൈറ്റിൽ മലയാളികൾ ഉണ്ടെങ്കിൽ അടി ഉണ്ടാവും പഴംപൊരി. അങ്ങനത്തെ പഴംപൊരി കോട്ടക്കല്ലെ പെണ്ണ്, നമ്മളെ നാട്ടിൽ പേരുന്ന കവളതി എടുക്കും, കാവതികളം. നമ്മളെ നാട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓട്ടപ്പടവ് നിങ്ങൾക്ക് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, അതുപോലെ എനിക്കും. അല്ലാഹു തആല നമ്മുടെ നാടുകൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ നമ്മളെ പെണ്ണുങ്ങള് പഴം വാങ്ങിക്കൊണ്ടുവന്നിട്ട് മുറിക്കണത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആളേൽപ്പിക്കാം. മൈദപ്പൊടി വഴക്കുന്നത് ആളെ ഏൽപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ ഇടുന്നത് ഷൂട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് എന്റെ കമന്റ് ഇങ്ങനെ വായിച്ചു നോക്കാണ്, 1/2 മണിക്കൂർ 1 മണിക്കൂറും എന്തായിട്ടുണ്ടാവും. നല്ല പഴംപൊരി, 1000 ലൈക്ക്, ഇതെല്ലാം കൂടി വായിച്ചിട്ട് ഇനി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണം അടുത്ത മൈദപ്പൊടി വാങ്ങാൻ. ഇതാണ് പുതിയ ലോകം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ആള് പറയാണ്, എല്ലാ ആൺകുട്ടികളായാൽ മതിയേനു. ഇത് ആദ്യം പറഞ്ഞിരുന്ന പണ്ടിങ്ങനെ പറയലുണ്ട്. ഈ സ്ത്രീധനൊക്കെ ഭയങ്കര കടുപ്പത്തിലുള്ള സമയത്ത് പെൺകുട്ടികളെ കൊണ്ടുവരാൻ. ഇപ്പൊ സ്ത്രീധനൊന്നും വിഷയമല്ല. ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല, നേരെയുള്ള പെൺകുട്ടികളെ കിട്ടാനില്ല. അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഞാനൊരു സ്ഥലത്ത് വാതിന് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ 60-ലേറെ ചെറുപ്പക്കാരുണ്ട് ഇവിടെ പെണ്ണെട്ടാത്തത്. ഇവിടെ വന്നിട്ടൊന്നല്ല, നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇപ്പോ വലിയ മഹല്ല, 60-ലധികം ചെറുപ്പക്കാര് കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം.
ഞാൻ പറഞ്ഞത് ഇപ്പൊ പെൺകുട്ടികൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നല്ല പെൺകുട്ടികളാണെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അദ്ദുനിയ കുല്ലുഹാ മതാ വ ഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ. പെണ്ണാന്നല്ല പറഞ്ഞത്, പിന്നെ അൽ മർഅതു സ്വാലിഹ എന്നാ പറഞ്ഞത്. സ്വാലിഹത്തായ പെണ്ണാണ് ഏറ്റവും വില പിടിപ്പുള്ളത്. സ്വാലിഹത്തായിരിക്കണം, അച്ചടക്കമുള്ളവളായിരിക്കണം, സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയുന്നവളായിരിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, നമ്മുടെ ദഅവത്ത് കൊണ്ടൊന്നും പൂർത്തിയാകുന്നില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരണം. നസീഹത്ത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇസ്ലാം വളരെ സഹിലാണ്. ഇന്നീ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറാ, എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കടുപ്പം ദീനിലില്ല. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിക്കുകയാണ്, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പെട്ടെന്ന് മരിച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. കൊടക് ജില്ലക്കാരനായ മുഹമ്മദ് അലി ഫാദിലി, ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദിന്റെ ഖാദിമായി കുറെ വർഷം നിന്ന ആളാണ്, ഒരു സ്നേഹിതനാണ്, നല്ല മുദർരിസാണ്, കാമിൽ സഖാഫിയാണ്. അദ്ദേഹത്തിന്റെ ദർസു വാർഷികം ഈ ഫെബ്രുവരിയിൽ തീരുമാനിച്ചിട്ട് അതിന്റെ പോസ്റ്ററുകൾ ഇങ്ങനെ എല്ലായിടത്തുണ്ട്. 2 ദിവസം മുൻപ് ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എന്തൊരു സ്റ്റൈലുള്ള നല്ല മുദർരിസായ ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. അല്ലാഹുവേ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ എന്റെ ദർസിൽ കുറച്ച് നാൾ എന്റെ ഉസ്താദിന്റെ ദർസിൽ ഞങ്ങളെ കൂടെ തഫ്സീർ മിഷ്കാത്ത് വരെയും ഓതാൻ വേണ്ടിയിട്ട് ശരീക്കായിട്ടുണ്ടായിരുന്ന ഹൈദർ പാണത്തൂര്, SSFന്റെ കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി ഒക്കെയായി സജീവ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഇന്നലെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഹൈദർ പാണത്തൂര്, അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. യുവതിയായ ഭാര്യ, ചെറിയ പറക്കമറ്റാത്ത മക്കള്, അവർക്കെല്ലാവർക്കും നീ വലിയ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഹിസാബില്ലാതെ സുന്നത്ത് ജമാഅത്തിന് ഖുദുമത്ത് ചെയ്ത കാരണം കൊണ്ട് പ്രിയപ്പെട്ട ഹൈദറിനെയും ഞങ്ങളെയും മുഹമ്മദ് അലി ഫാദിലി സഖാഫി ഉസ്താദ് അടക്കം പിരിഞ്ഞു പോയവർക്കും ഞങ്ങൾക്കും ഹിസാബില്ലാതെ നരകം തൊടാതെ നിന്റെ ഔദാര്യം കൊണ്ട് മഹ്ദു ഫദ്ല് കൊണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ഇടം തരണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പെൺകുട്ടികള് നല്ലോണം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. പുതിയ കാലല്ലേ, അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. എല്ലാ നിഅമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ സദസ്സിന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ആരെയും കാലം കാത്തു നിൽക്കൂല, ആരെയും കുറെ കാലം ഇവിടെ ജീവിക്കാമെന്നൊരാളും കരുതേണ്ടതുമില്ല. പോകുന്നതിന് മുൻപ് ഉള്ളവർ പോകുന്നതിന് മുമ്പ് കിട്ടുന്നേത് വാരിയെടുത്തിട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്, കാര്യമായി ഒരുങ്ങുകയാണ് വേണ്ടത്. കെട്ടുപോയ കാലമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്തരം ദുശീലങ്ങളൊക്കെയും ഇപ്പോൾ പുതിയ കാലത്ത് കാര്യമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊറോണ എന്ന് പറഞ്ഞൊരു മുസീബത്ത് ഒന്നല്ലോ, ഈ കൊറോണ കൊണ്ട് കുറെ ആൾ മരിച്ചുപോയി എന്നതൊരു വലിയ പ്രതിസന്ധിയാണ്. അല്ലാഹു തആല മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ശഹാദത്തിന്റെ കൂലി നൽകട്ടെ. അതേ സമയത്ത് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായെന്നറിയോ? ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ദുരന്തമാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ വന്നു, എല്ലാവരും യൂട്യൂബർമാരായി, എല്ലാവരും സോഷ്യൽ മീഡിയയില് താരങ്ങളാകാൻ വേണ്ടിയിട്ട് മത്സരിക്കാണ്. ഒരു പുരയിൽ 4 മക്കളുണ്ടെങ്കിൽ 4 ആള് യൂട്യൂബർമാരാണ്,
4 അല്ലെങ്കിൽ 5 ആളുകളും ഉള്ള ആളുകളൊക്കെ ഇത് ഞാനൊന്നും വിമർശിച്ച് പറയല്ലേ. നാളെ ഇതും കൂടെ ട്രോളുന്ന കാലാണ്. അള്ളാഹുവിൽ നമ്മളെ നന്നാക്കി തരട്ടെ. ഇത് ഇല്ലേ, യൂട്യൂബിലില്ലേ, ഓൺലൈനിലില്ലേ? ഓൺലൈനിൽ വേദ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേദ പറഞ്ഞിട്ട് നാളെ ട്രോളിയാലും ട്രോളിയിട്ടെങ്കിൽ പറയണമല്ലോ. ഇങ്ങനെ ട്രോളുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ, നമ്മളെ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെ കാത്തു സലാമത്താക്കട്ടെ. നല്ല അദബിൽ ജീവിക്കണേ ചെറുപ്പക്കാരികളെ. ഏറ്റവും വലിയ ശോഷണം സംഭവിച്ചു പോയത് ഈ ധാർമ്മിക മേഖലയിലാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത്. ആർക്കും ആരോടും ഒരു അദബില്ല. നിങ്ങളൊരാളെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചു, മോനെ എന്നൊക്കെ ഒരു ആവശ്യം പറഞ്ഞു, ഒരു 500 രൂപ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു 1000 രൂപ ചോദിച്ചു. കൊടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തുണ്ടായില്ല, അല്ലെങ്കിൽ നാളെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ പറ്റിയില്ല. എന്നാ മറ്റന്നാ അവന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി, മനസ്സിലായില്ല? മറ്റന്നാത്ത അവന്റെ ഫേസ്ബുക്കിൽ ഉണ്ടാവും, ഇന്നലെ ഞാൻ ഒരാളെ വിളിച്ചു, അയാൾ 1000 രൂപ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നില്ല, അയാൾ എന്നെ പറ്റിച്ച് കളഞ്ഞ്. ഇങ്ങനത്തെ എത്ര മനുഷ്യന്മാരെ നമ്മളെ. അപ്പൊ കുറെ ആൾ ചോദിക്കും, ആരാ ഇവൻ? ക്ലൂ തരുമോ? പുതിയ ലോകമാണ്, ക്ലൂവിന്റെ വേക്ക് പോകും. അപ്പം ഈ കാവതി കളത്തുള്ള ഇന്ന ആളാണ് കണ്ടോ. ഈ സാധു മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇയാൾ ഇങ്ങനെ പറയും ഇല്ല. വാട്സപ്പിലെല്ലാം അയക്കും. ഞാൻ സാധാരണ ഉസ്താദ്മാരോടും പറയലുണ്ട്, മസാല ചോദിച്ചിട്ട് വരും, നിസ്കാരത്തിന്റെ ഫർദ് എത്രയാ ഉസ്താദേ? 14 ഫർദ് എന്ന് വാട്സപ്പിൽ പറയാൻ പാടില്ല. ഉസ്താദ് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അങ്ങനത്തെ കാലാണിത്. വാട്സപ്പിൽ മസാല ചോദിക്കുന്ന കാലം. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെയോ ഉസ്താദെ 13 മറ്റേ കിതാബിലുള്ളത് ഉസ്ബാസിന്റെ കന്നാസാക്കും. അപ്പൊ നമ്മളൊരു വിശദീകരണം കൊടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട്. ആ ക്ലിപ്പ് നാളെ ഫേസ്ബുക്കിലിടും. പറയും കണ്ടാ, ഈ മൊയ്ലാമാരുടെ 13, 14 കുഴപ്പമുണ്ട്. ഇവൻ 2ാമത് ഉണ്ടാക്കിയത്. ആദ്യം 14 പറഞ്ഞപ്പോ നീ പ്രശ്നം ഉണ്ടായില്ല, അതുകൊണ്ടാ പറഞ്ഞ 14 പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഇങ്ങനത്തെ ഹലാക്ക് പിടിച്ച കാലാത്. കാലം തന്നെ സത്യം, മനുഷ്യർ നിശ്ചയം നഷ്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നന്മ കൽപ്പിക്കുകയും അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് കൽപ്പിക്കുകയും ഹഖ് കൊണ്ട് കൽപ്പിക്കുകയും നല്ല കടുപ്പമുള്ള ഈമാനും നല്ല പ്രവർത്തനങ്ങളുമുള്ളവരൊഴികെ മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. കാലം തന്നെ സത്യം. ഭയങ്കരമായ പ്രതിസന്ധിയുള്ള കാലത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്തരം മജ്‌ലിസുകൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഇത്തരം ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. കയറിപ്പറ്റലാണ് ഏറ്റവും നല്ല ബുദ്ധി. കിട്ടുന്ന സ്ഥലത്ത് നന്മകൾ ഉണ്ടെങ്കിൽ അത് കയറിയെടുക്കലാണ് നല്ലത്. നാളെയാകുമ്പോൾ ഇന്നത്തിനേക്കാളും ശർറായ ഒരു കാലമാണ് ഇനി വരുന്നത്. ഇനി വരുന്നതിനേക്കാൾ ഖൈറായിട്ടുണ്ടാകുമെന്ന് കരുതണ്ട. പുതിയത് വരുന്നതെല്ലാം പഴയതിനേക്കാളും ശർറാണ്, പിന്നെയും ശർറാണ്. അതുകൊണ്ട് നന്മയുടെ കൂടെ നിൽക്കണേ. കഴിയുന്ന ഖൈറാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. റമദാനു ശരീഫിലേക്ക് നല്ല ഒരുക്കമൊരുങ്ങുക. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. കൽബ് നന്നാക്കുക, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കുക, നല്ല നസീഹത്ത് എല്ലാ മുഅ്മിനീങ്ങളോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകാംക്ഷ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളൊക്കെ മനുഷ്യന്മാരല്ലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിയിക്കാം. ഇപ്പൊ ശഅബാൻ മാസമായില്ലേ? ശഅബാൻ ഇപ്പോ ഒരാഴ്ചയായി. നമ്മളാരാ പരസ്പരം പൊരുത്തപ്പെടിച്ച് ഒന്നുമില്ല, നാളെയും കാണുമല്ലോ. അങ്ങനെ പൊരുത്തപ്പെടിക്കണം. റമദാനാകുമ്പോഴേക്ക് നമ്മളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊരുത്തപ്പെടിച്ച് റമദാൻ ഒരു സന്തോഷമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. റജബ് മാസം വന്നു, നിസ്കാരത്തിന്റെ വാർഷിക മാസം. നമ്മളെല്ലാവരും വേദോടെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ച ആള്? സുബ്ഹാനല്ലാഹ്, വളരെ കുറവ്. ശഅബാൻ മാസം വന്നു, സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. എല്ലാ മാസവും സ്വലാത്ത് ചൊല്ലേണ്ട. സ്വലാത്തിന്റെ ആയത്തിന് അല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു ശഅബാൻ സ്വലാത്തിന്റെ ഒരു മാസിക മാസമാണ്, സന്തോഷത്തിന്റെ മാസമാണ്. ആരുണ്ട് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആള്? വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇരുത്തത്തിലും കിടത്തത്തിലും നൃത്തത്തിലും
ഒക്കെ അള്ളാഹനെ ഓർമ്മിക്കൂ. വല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അള്ളാഹുവിനെ എല്ലാ സമയത്തും ഓർമ്മിക്കൂ. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ ദുആക്ക് എപ്പോഴും ഇജാബത്ത് വേണം. ഇജാബത്ത് വേണമെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നത് ഹലാലാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇനി അടുത്തല്ല, കുറച്ച് നാളായി, ഒരു 4-5 മാസമായി UAE പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ കച്ചവടം ചെയ്യുന്ന ആളുണ്ടല്ലോ, കച്ചവടക്കാര്, പാർട്ട്ണർമാര്, ഒരു 3-4-5 ആള് കാര്യമായിട്ട് പറഞ്ഞ വിഷയതാ, ഒക്കെ പറ്റിച്ചിട്ട് പോവാണ് ഉസ്താദെ, കൊടുത്തൊന്നും കിട്ടണില്ല, ഒന്നിനൊരു കണക്കും കാര്യമില്ല. ഒരാൾ പറഞ്ഞു, ഹോട്ടൽ നടത്തുന്നയാളാ, അയാളെല്ലാം റെഡിയാക്കി എല്ലാം കൂടി കണക്കെല്ലാക്കിയിട്ട് പാർട്ട്ണറെ ഏൽപ്പിച്ചിട്ട് പോയതാ. അയാള് തിരിച്ച് ഈ ഏൽപ്പിച്ചു കൊടുത്ത അയാള് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളെ ഭാഷ പറയാണ്, അതിന്റെ പരിപ്പിളക്കി. വണ്ടിയുണ്ട്, പുതിയ വണ്ടി, എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് പോയതാ. ഒക്കെ റെഡിയാക്കി, എല്ലാ ഷോപ്പിലും പൈസ കൊടുക്കാൻ. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്, ചതിച്ചിട്ട് ആളുകളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നയാൾ പറ്റൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ, നന്മകൾക്ക് ചെലവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. 5 കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ക്ലിയർ വരുത്താതെ കാല് മഹ്ശറയിൽ അനക്കാൻ അനുവദിക്കൂല എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമ്പത്ത് എങ്ങനെയാ ചെലവാക്കി, എങ്ങനെയാ ഉണ്ടാക്കിയത്, എങ്ങനെയാ ചെലവാക്കിയത്. വളരെ കൃത്യമായ കണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താതെ ഒരു കാലും അനക്കാൻ അനുവദിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് ഒക്കെ ഹലാലാകണം. റമളാനിലേക്ക് ഹറാമും കൊണ്ട് കടക്കാനാകരുത്, ഒക്കെ റെഡിയാക്കണം. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, ഖൈറിന്റെ വഴികളിൽ നമ്മുടെ കയ്യിലുള്ളത് സ്വതക്ക ചെയ്യണം. ഖൈറിന്റെ മാർഗത്തിൽ നല്ല സ്വതക്ക ചെയ്യാൻ ശീലിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒരു റളിയല്ലാഹു അൻഹു, ഉഷാറില്ലേ, കോട്ടക്കല ഉഷാറല്ലേ, റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിലെ ഒന്നാമനാണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ. അംബിയാക്കൾ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തുള്ള ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അതിനുശേഷം വരുന്ന ലക്ഷക്കണക്കായ സ്വഹാബികളും ഗൗസുൽ ആദം തങ്ങളെ പോലുള്ള പ്രഗൽഭരായ ഔലിയാക്കളും അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ, ശാഫിഈ ഇമാമിനെ പോലുള്ള ഇമാമുമാരും പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും, ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരടക്കം ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല മുഅ്മിനീങ്ങളുടെ ഇബാദത്തും പവറും പത്രാസും ഒരു തുലാസിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തട്ടിന് കനം കൂടുതൽ തന്നെ. അവ്വലു മൻ ആമന ബി അബൂബക്കർ. എത്ര പവറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എത്രയാണ് സ്വതക്ക, എത്രയാണ് സ്വതക്ക, എത്രയാണ് ഖുർആനിൽ മഹാനവറുകളുടെ സ്വതക്കയെ സപ്പോർട്ട് അടിച്ചത്. സുബ്ഹാനല്ലാഹ്. സഫാ മർവക്കടയിലൂടെ ഒരു സദസ്സ് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് വലിയ ബഹളം ഭയങ്കരമായ അട്ടഹാസവും കുഴപ്പങ്ങളും കേൾക്കുന്നത്. നോക്കുമ്പോൾ ആരെയോ വലിച്ചു കൊണ്ടുപോയത് ജബൽ അബീ ഖുബൈസിന്റെ അടിവാരത്തിലൂടെ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയതിന്റെ പാട് കാണും. ആരെയാ വലിക്കപ്പെട്ടത്? അടിമയായിരുന്ന ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കൈകാലുകളിൽ ചങ്ങല കൊണ്ടും കയറുകൊണ്ടും കെട്ടിയിട്ടിട്ട് നായയെ വലിക്കണത് പോലെ അങ്ങനെ നായയെ പോലും വലിക്കൂല. ജബൽ അബീ ഖുബൈസിന്റെ അടിവാരത്തിലൂടെ സഫാ മർവക്കടയിലൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുപോയി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മലർത്തിക്കിടത്തിയിട്ട് വലിയ ഒരു പാറക്കഷ്ണമെടുത്തിട്ട് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് സുബ്ഹാന ജല്ല ജലാലു ഒന്ന് തടവാനോ തടയാനോ കഴിയാത്ത നിലക്ക് കൈകാലുകൾ ബന്ധിച്ചിട്ട് ഉമയ്യത്തും ടീമും പറയുന്നു, മുഹമ്മദിന്റെ ആശയത്തുനിന്ന് മാറുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറിയാൽ ഈ കെട്ടുകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മാത്രമല്ല, നിന്നെ അടിമത്തത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാം. നീ ആശയത്തുനിന്ന് മാറുമോ?
ഈ ബഹളം കേട്ടിട്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഓടി വന്നത്. വരുമ്പോൾ തങ്ങളെ ക്ലാസ്സിൽ ഇടക്കിടക്ക് ഒളിഞ്ഞും പാത്തും വരുന്ന ബിലാൽ തങ്ങളാണ്. കല്ലിന്റെ അടിയിൽ കിടക്കുന്നതല്ല, നെഞ്ചിന്റെ മേലെ കല്ല് കയറ്റി വെച്ചിട്ട് മലർത്തി കിടത്തിയിട്ട് അതിക്രൂരമായി അടിക്കുന്നത്. ശരീരത്തുനിന്ന് ചോര പൊടിയുന്നിടതൊന്ന് തടവാൻ പോലും കൈകാലുകൾ ബന്ധിച്ചതിനാൽ കഴിയുന്നില്ല. നിസ്സഹായനായ ഒരു പച്ച മനുഷ്യനെ മലർത്തി കിടത്തിയിട്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ച കണ്ട് സങ്കടപ്പെട്ടു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നും മയ്യത്തും ടീമും ചോദിക്കുന്ന ബിലാലെ, നിന്റെ ആശയത്തുനിന്ന് മാറുമോ? അടിയുടെ കാഠിന്യം കൊണ്ട് ബിലാൽ തങ്ങളുടെ വാക്ക് മാറി പോകുമോ? എന്തെങ്കിലും ഐഡിയെങ്കിലും പറഞ്ഞിട്ട് ബിലാൽ രക്ഷപ്പെടുമോ എന്ന് നോക്കിയതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല ഇല്ല, അവിടുത്തെ വലിയ പവറുള്ള മദ്ഹിന്റെ ശബ്ദം, ആ ഘനഗാംഭീര്യമായ ഭംഗിയുള്ള ശബ്ദത്തിലൂടെ ബിലാൽ തങ്ങൾ പറയുന്ന അഹദ് 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 അല്ലാഹു അഹദ്. അടിയും തുഴിയും ചവിട്ടും കുത്തുന്നൊരു വിഷയമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ട്, അവിടുത്തെ ശബ്ദം അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ബാങ്ക് സ്വപ്നം കണ്ടപ്പോൾ, ബാങ്കിനെ കലിമത്തുകൾ സ്വപ്നം കണ്ടപ്പോൾ മുത്തുനബിന്റെ അടുക്കൽ വന്നിട്ടത് പറഞ്ഞു കൊടുത്തപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അബ്ദുല്ലാഹും ബിലാൽ, ബിലാലിന്റെ കൂടെ നിൽക്ക്. ബിലാൽ തങ്ങൾക്ക് ചെറുങ്ങനെ പറഞ്ഞു കൊടുക്കും, ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു കൊടുക്കും. ബിലാൽ ഉച്ചത്തിൽ വിളിക്കട്ടെ. അതിഗാംഭീര്യമുള്ള ശബ്ദമാണ്, ഭംഗിയുള്ള ശബ്ദമാണ്. മദീനയിൽ മൈക്രോഫോണിന്റെ ഈ മൈക്കിന്റെ ശബ്ദതരംഗങ്ങളുടെ ആവശ്യമില്ലാതെ 8 കിലോമീറ്റർ കേൾക്കുമത്രേ ബിലാൽ തങ്ങളുടെ ബാങ്ക്. അതെന്തൊരു ശബ്ദമാണ്! അല്ലാഹു ബർക്കത്തോടെ നമുക്ക് അല്ലാഹു ശബ്ദം നിലനിർത്തി തരട്ടെ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിലേക്ക് നോക്കുമ്പോൾ അഹദ് 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 എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ദേഷ്യം കടിച്ചമർത്താൻ കഴിയാതെ ഉമയ്യത്ത് പിന്നെയും ചാട്ടവാറ് വീശുന്നു. ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് അടി വീഴുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നു, ഉമയ്യത്തെ, നീ ബിലാലിനെ വിൽക്കുമോ? വിൽക്കാം. എത്രയാണ് വേണ്ടത്? അന്ന് വരെ മക്കയിൽ ഒരു അടിമക്കും പറഞ്ഞിട്ടില്ലാത്ത വില പറയുന്നു. 1 ദിർഹം കുറയുമോ എന്ന് ചോദിക്കാതെ പറഞ്ഞ പൈസ മുഴുവനും കൊടുത്തിട്ട് ബിലാൽ തങ്ങളെ വാങ്ങുന്നു. ആളുകളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറയുന്നു. ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ കയറ്റി വെച്ചിരിക്കുന്ന പാറക്കല്ല് തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ടെടുത്തു മാറ്റിയിട്ട് ബിലാൽ തങ്ങളെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് കൈകാലുകളിലുള്ള കെട്ടുകൾ അടിച്ചു കൊടുത്തു. തന്റെ മേൽമുണ്ടെടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള രക്തവും പൊടിയുമെല്ലാം തട്ടിക്കൊടുത്തു. അവിടെ നിൽക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ വാങ്ങിയിരിക്കുന്ന പുതിയ യജമാനന്റെ സ്വഭാവത്തിലും സന്തോഷമുള്ള ആളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഈ ഉമ്മത്തിലെ ഒന്നാമനാണെന്നറിയുന്ന ബിലാൽ തങ്ങൾ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ ഭവ്യതയോടെ താഴ്മയോടെ നിന്നപ്പോൾ 2 ചുമരത്തും പിടിച്ചിട്ട് പറയുന്ന, ബിലാൽ, നീ എന്റെ അടിമയല്ല, നീ എന്റെ അനുജനാണ്. നമ്മൾക്കിടയിൽ അടിമ ഉടമ ബന്ധം വേണ്ട, നമുക്കിടയിൽ സുഹബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിന്റെ ശിഷ്യന്മാരാണെന്ന ഏറ്റവും വലിയ ബന്ധം മതി. നീ എന്റെ അടിമയല്ല, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുകയാണ്. ലോക ചരിത്രത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഏറ്റവും വലിയ ഇത്ഖാണത്, അടിമത്വമോചനമാണത്. ആ നിലക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തുന്ന ദാറുൽ അർഖമിലേക്ക് വരുമ്പോൾ വാതിൽക്കലതാ എഴുന്നേറ്റ് കാത്തു നിൽക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുള്ളിലേക്ക് ഇരുത്തുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് ബിലാൽ തങ്ങളെ വലിയ വില കൊടുത്തു വാങ്ങിയിട്ട് മോചിപ്പിച്ചില്ലയോ? അതേ സമയത്ത് നസലൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദാറുൽ അർഖമിൽ നിന്ന്
മുത്തുനബിയോട് പറയുന്നു, വഹി ഇറങ്ങുന്നു, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അലാ വലസൗഫ യർദാ. തഖ്വയുള്ള മഹാന്മാർ നരകത്തിൽ നിന്ന് ദൂരത്താകാൻ അവരുടെ സമ്പത്ത് ചെലവാക്കും നബിയേ. അള്ളാന്റെ പൊരുത്തമല്ലാത്തതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല നബിയേ. വലസൗഫ യർദാ. അവർ വലിയ സന്തോഷത്തിലാകും നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ മോചിപ്പിച്ചപ്പോൾ സപ്പോർട്ട് അടിച്ചിട്ട് ഇറങ്ങിയ ആയത്തുകളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് അല്ലാഹുവേ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. വിശുദ്ധ റമളാനു ശരീഫ് വരാൻ പോവാണ്, ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ത് റമളാനിലേക്ക് സന്തോഷത്തോടെ എത്തിക്കണേ അല്ലാഹ്.